ചാത്തന്നൂർ ആ മേഖല എനിക്കറിയാം. വൻതോതിൽ സഖാക്കളുടെ സ്വഭാവമുള്ള അല്ല സംഘികളായി മാറിക്കൊണ്ട് സഖാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. 3 പേരും 3 തരത്തിൽപ്പെട്ട ആളുകളാണ്. രാജീവ് ഒരു അങ്ങനെ കോർപ്പറേറ്റ് ബുദ്ധിജീവിയാണ്. മുരളീധരൻ നല്ല ഒരു പിന്നെ പൊളിറ്റിക്കൽ മാനിപ്പുലേറ്ററാണ്, ഓർഗനൈസറാണ്. മറ്റേ കക്ഷി എന്ന് വെച്ചാൽ അദ്ദേഹം അധ്യാപകനാണ്. ബി.ജെ.പി കേരളത്തിൽ വളരണമെങ്കിൽ ഇനി വേണ്ടത് അവർക്ക് ഈഴവരുടെ വോട്ടാണ്. അത് വെള്ളാപ്പള്ളി വഴി കുറച്ച് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. അനൂപിനെ പോലെയുള്ള ആ സമുദായത്തിൽ നിന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ടായി വരണം. അല്ലാതെ നേതാവാകാൻ വേണ്ടിയിട്ട് അഭയസ്ഥാനം അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ പിടിച്ച് നേതാവാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 3 സീറ്റ് നേടിയിരിക്കുകയാണ്. ലക്ഷ്യമിട്ട ഒട്ടേറെ സീറ്റുകളിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും വെന്നിക്കൊടി പാറിച്ചത് നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരുമാണ്. അങ്ങനെ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി എത്തിയ ശേഷം പാർട്ടി നേടിയ മുന്നേറ്റങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇത് എന്ന് പറയുമ്പോഴും ഇത് മതിയോ ബി.ജെ.പിക്ക് ഇനിയുള്ള കുതിപ്പിന് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. പരിശോധിക്കാം നമുക്ക് ബി.ജെ.പിയുടെ നേട്ടം, മുന്നിലുള്ള വെല്ലുവിളികൾ. നമ്മോടൊപ്പം ചേർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മൾ ചർച്ചയിൽ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള സീറ്റുകൾ വിജയം നേടിയിരിക്കുകയാണ്, സീറ്റുകൾ നേടിയിരിക്കുകയാണ് ബി.ജെ.പി. ബി.ജെ.പിയുടെ നേട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? ചില നിരീക്ഷകർ പറയുന്നു പോരാ, കുറച്ചുകൂടി മുന്നോട്ട് പോകണമായിരുന്നു. ചിലർ പറയുന്നു ഇതും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു UDF-ന് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകുമ്പോൾ, LDF വിരുദ്ധ തരംഗം സംസ്ഥാനത്തുടനീളം ആഞ്ഞടിക്കുമ്പോൾ, ജനങ്ങൾ എങ്ങനെയും UDF-നെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ബി.ജെ.പിക്ക് ഭാഗ്യത്തിനൊരു സീറ്റ് ലഭിച്ചാൽ ആയി എന്നുള്ളതായിരുന്നു അവരുടെ മനസ്സിൽ. എന്താണ് ഫക്രുദ്ദീൻ അലിക്ക് റിസൾട്ട് വന്നതിന് ശേഷമുള്ള അഭിപ്രായം? അതെ, അവർക്കൊരു 5 വരെ സീറ്റുകൾ നമ്മൾ പറഞ്ഞതാണ്. അതെ, 6 സീറ്റോളം കിട്ടുമെന്നാണ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞത്. അതായത് കിട്ടേണ്ടതാണ്. അത് 10 വരെ അർഹിക്കുന്നതാണ്. ശരിക്കും കേരളത്തിൽ 10 വരെ അർഹിക്കുന്നതാണ്. പക്ഷേ പാർട്ടി ബി.ജെ.പി ആയതുകൊണ്ട് 5 നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞ വന്ന് ബി.ജെ.പി സഹയാത്രികർ എന്നൊക്കെ പറയുന്ന ചില മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചിട്ട്, നീ നിന്റെ വില കളയരുത്, രാജീവിന് അങ്ങനത്തെ ബുദ്ധിയൊന്നുമില്ല, ഒറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ വലിയ കാര്യമാക്കി, എനിക്ക് ശരിയെന്ന് തോന്നുന്നു. അപ്പം തെറ്റായാലും ശരിയാണ്, എനിക്ക് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറയും. അപ്പം ബി.ജെ.പി 3 സീറ്റ് ഇട്ടേ. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഓക്കെ. എന്തായാലും അപ്പൊ അതിലൊരു കാര്യം എന്താന്ന് വെച്ചാല്, അന്ന് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന രാജീവിന്റെ കാഞ്ഞ ബുദ്ധി ഞാൻ എപ്പോഴും പറയാറുണ്ട്. രാജീവ് പണിയെടുക്കുന്ന നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാൾ പക്ഷേ ഇരുന്ന് ഒടുക്കത്തെ പണിയാണ്. അയാളെ പണിയെന്ന് വെച്ചാല്, അയാൾക്ക് അറിയാമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളിൽ കൂടെ കളി നടക്കും. അതിനെ വെട്ടുന്ന രീതിയിൽ അയാൾ കളിച്ചു. കാരണം ലോക്സഭാ ഇലക്ഷനിൽ നടന്ന അയാൾക്ക് അറിയാം. അതെ, ഈ ഇലക്ഷനിലും അയാൾക്കെതിരെ പണി നടക്കുമെന്ന് അറിയാമായിരുന്നു. എനിക്ക് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാജീവ് തോൽക്കും. പക്ഷേ രാജീവ് ജയിച്ചു. എങ്ങനെയാണ്? ആ പണിയെ മറികടക്കുന്ന രീതിയിൽ രാജീവ് പ്ലാൻ ചെയ്തു. ഈ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഈ CPM ചെയ്യുന്ന പോലെ കവലയിൽ ഇറങ്ങി ഡാൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് പണിയെടുപ്പിച്ചാൽ മതി. അതങ്ങനെ രാജീവ് നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ രാജീവിന്റെ ശക്തമായ ഇടപെടലിന്റെ ഒരു ഫലം കൂടിയാണ്. അതിന് ഫലം രാജീവിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി 15 കിട്ടിയില്ല എന്നൊക്കെ ഇപ്പൊ ബി.ജെ.പിക്കാർ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 15 കിട്ടിയില്ല, 15 കിട്ടാൻ നിങ്ങൾക്ക് വേണ്ട ഇവിടെ ഇതിന് സാധനം. അതെ. പിന്നെ ഒരു പറയുന്നത് വെച്ചാൽ, ഈ പറയുന്ന സഖ്യങ്ങൾ പരാജയപ്പെട്ടു, ക്രിസ്ത്യാനികൾ പറ്റിച്ചു. ഈ സഖ്യങ്ങളൊക്കെ ഒരു പരീക്ഷണമാണ്. നിങ്ങൾ ഇത്രയും കാലം അവിടെ തലകുറിഞ്ഞ് നിന്നിട്ട് BDJS-ന് അല്ലാതെ ആരെങ്കിലും കിട്ടിയ, ഏതെങ്കിലും നല്ല കൊള്ളാവുന്ന 4 ആളുള്ള ക്രിസ്ത്യൻ പാർട്ടിനെ കിട്ടുക. എന്നപ്പോഴാണ് സാബു വരുന്നത്. അപ്പൊ സാബു ബി.ജെ.പി എല്ലാ സമയത്തും ചെയ്തിരുന്ന എല്ലാ സ്ഥലത്തും അർഹിക്കുന്നേക്കാളും സീറ്റുകൾ അവർ ഘടകകക്ഷികൾ കൊടുത്തിട്ടുണ്ട്, അവരെ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഗ്രൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടൈം മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് കൊടുത്തിട്ടുണ്ട്, ഏകനാഥ് ഷിൻഡെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ബി.ജെ.പിയുടെ ലൈൻ. അങ്ങനെയാണ് അവർ ഗ്രൗണ്ട് പിടിച്ചിട്ടുള്ളത്. അത് രാജീവ് എടുക്കുമ്പോൾ അതെന്തോ വലിയ തെറ്റ്. അത് അപ്പം 3 സീറ്റ് വരും. അതുപോലെ 15 ജയിക്കേണ്ടിയിരുന്നു. പിന്നെ ക്രിസ്ത്യാനികൾ പറ്റിച്ചു. പിന്നെ ക്രിസ്ത്യാനികൾ ഒരു ദിവസം കൊണ്ട് കൂടെ വരുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല രാജീവ് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അത് പതുക്കെയാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാവുക. ഓക്കെ, ശരിയാണ്. ഈ ഒരു 3, അതായത് നമ്മൾ ഓരോ മണ്ഡലം വെച്ച് നോക്കുമ്പോൾ നേമത്ത് ഒരു ഉള്ളിലൂടെയുള്ള പണിയെ കുറിച്ച് ഫക്രുദ്ദീൻ പറഞ്ഞു. അപ്പോൾ അതിന് മറുപണി പ്രയോഗിക്കുവാൻ രാജീവിന് സാധിച്ചു. അല്ല, രാജീവിന് പറ്റിയ ലോക്സഭാ ഇലക്ഷൻ അങ്ങനെ അത് രാജീവ് ആലോചിച്ചില്ല. രാജീവിന് ഉറപ്പില്ല ഇതിന് കിട്ടുമെന്നുള്ള കാര്യം. രാജീവ് ആ സ്ഥിരദേശ മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. അത് രാജീവ് ഏതാണ്ട് അഡ്രസ് ചെയ്തു. പക്ഷെ ഉള്ളിൽ ഇവിടെ നെയ്യാറ്റിൻകര ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ബി.ജെ.പിക്കാർ സ്വാധീന മേഖലയിൽ വോട്ട് കുറഞ്ഞു.
ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ഇലക്ഷൻ്റെ അന്ന് ഗുരുവായൂർ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും തോൽവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കൂട്ടി വായിക്കുന്നത് നല്ലതായിരിക്കും. ഗുരുവായൂർ ആരാ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ? ഹിന്ദുക്കളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാ? ഒരു ഹിന്ദുത്വ മനസ്സുള്ള ആളുകൾ. അപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇപ്പം കോൺഗ്രസ്സുകാരും CPM-മാരൊക്കെ പോകും, പക്ഷേ ഇലക്ഷൻ സമയത്ത് അവർക്ക് ഇലക്ഷനാണ് പ്രധാനം. ഗുരുവായൂർ അവിടെ തന്നെ കാണുമല്ലോ. അപ്പോൾ ഇലക്ഷൻ സമയത്ത് CPM-മാരും പോയി വിചാരിക്കണ്ട, കോൺഗ്രസ്സുകാരും വലിയ രീതിയും പോവില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ എന്നിട്ടും ഗുരുവായൂരത്തിന് തിരക്കുണ്ടെങ്കിൽ ആരായിരിക്കും? കോനെ വോ ഭക്തസ്. അപ്പോൾ BJP-ക്കുള്ളിൽ ഇപ്പോഴും ആ ഒരു പണി നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ ഇവന്മാരെ കൂടത്തിൽ ഇവന്മാരെ സൈബർ ഗൂൺസ് ഉണ്ട്. അവന്മാരെന്തോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. എടാ നിങ്ങളുടെ കുത്തിത്തിരിപ്പ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മളാ പറയുന്നതാണ് നിങ്ങളെ പ്രശ്നം. ഒറ്റക്കെട്ടായി നിൽക്കാതെ അല്ലേ? പിന്നെ അടുത്ത പറയും, ഞാനിങ്ങനെ വന്ന അടുത്ത പറയും, മേത്തന്മാരെ കാര്യം നോക്കി. അവിടെ നമുക്ക് പറയാം, എടാ മേത്തന്റെ കാര്യം തന്നെ നോക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് എന്റെയും കൂടി പ്രധാനമന്ത്രിയാണ്, അതാണ് പ്രശ്നം. അല്ലെ നിങ്ങൾ അതങ്ങ് മാറ്റിത്താം, അപ്പൊ നമുക്ക് ആലോചിക്കാം. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിലെ BJP-യുടെ നേട്ടം നേമത്ത് ഉണ്ടാകുമെന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ അവിടെ വിജയം നേടിയാൽ അതൊരു പൊളിറ്റിക്കൽ വിജയം കൂടുതൽ അരക്കിട്ടുറപ്പിക്കാവുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. ഇതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ വിജയം കഴക്കൂട്ടത്ത് ഇത് രണ്ടുമല്ല, ചാത്തന്നൂരാണ് പണി വരാൻ പോകുന്നത്. കാരണം അതൊരു ഈഴവ ബെൽറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്നത് ഈഴവന്മാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന ഈഴവന്മാരുള്ളതുകൊണ്ടാണ്. അവരുടെ ഇടയിൽ യങ് ജനറേഷനുടെ ഭയങ്കര ഡിസ്കണ്ടന്റ് ഇപ്പോൾ ഉണ്ട്. ചാത്തന്നൂർ ഒരു ചെറിയൊരു ഹോളാണ്. ഈ ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാൻ പെട്ടെന്ന് കഴിയും. മാത്രമല്ല ഈ ചാത്തന്നൂർ ആ മേഖല എനിക്കറിയാം, വൻതോതിൽ സഖാക്കളുടെ സ്വഭാവമുള്ള സംഘികളായി മാറിക്കൊണ്ട് സഖാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ ആണെങ്കിൽ അതിന് സാങ്ക്ടിറ്റി കിട്ടിയിരിക്കുന്നു. മാത്രമല്ല തൊട്ടടുത്ത മണ്ഡലത്തിൽ ആര് ജയിക്കുന്നു? മുരളീധരൻ കൂടി ജയിക്കുന്നു. ഇവിടെ രാജീവും കൂടി ജയിക്കുന്നു. ഇവര് 3 പേരും 3 തരത്തിൽപ്പെട്ട ആളുകളാണ്. രാജീവ് ഒരു അങ്ങനെ കോർപ്പറേറ്റ് ബുദ്ധിജീവിയാണ്. മുരളീധരൻ നല്ല ഒരു പൊളിറ്റിക്കൽ മാനിപ്പുലേറ്ററാണ്, ഓർഗനൈസറാണ്. മറ്റേ കക്ഷി എന്ന് വെച്ചാൽ അദ്ദേഹം അധ്യാപകനാണ്, അതവർ കൂടുതൽ അറിയില്ല. അതെ, അധ്യാപകനായിരുന്നു. അപ്പം സംഘടനാ പ്രവർത്തകനായിരുന്നു, ജനകീയനാണ്. അപ്പൊ ഇവരുടെ ഒരു കോമ്പിനേഷൻ വന്നു വരുന്ന നിയമസഭയിൽ പല പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുകയും കൊണ്ടുവരികയും CPM ഈ STPI വിഷയത്തിലുള്ള പോലുള്ള നിലപാടുകൾ ഇനിയും എടുത്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളീ പറഞ്ഞ കൊല്ലം മേഖല ഇപ്പം തന്നെ പൊടിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ കണ്ണൂരും നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ ഇപ്പം നമുക്ക് മനസ്സിലാവുകയാണ്. അതെ, BJP കേരളത്തിൽ വളരണമെങ്കിൽ ഇനി വേണ്ടത് അവർക്ക് ഈഴവരുടെ വോട്ടാണ്. അത് വെള്ളാപ്പള്ളി വഴി കുറച്ച് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമില്ല. BJP അടുത്ത തവണ ഭരണം പിടിക്കാനാണ് BJP ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ 3 സീറ്റിൽ നിന്നാണ് അവർ ബംഗാളിൽ തുടങ്ങിയത്. 3 സീറ്റിൽ നിന്ന് 77 നിന്ന് 200+. ഇവിടെ ചിലപ്പോൾ അന്തരാള ഘട്ടം വേണ്ടി വരില്ല. കാരണം കോൺഗ്രസ് ഇപ്പം തന്നെ പണി തുടങ്ങും. CPM-ന് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് അത് പോകും. അല്ലെങ്കിൽ കൺവിൻസിങ് ആയിട്ട് അത് അടയ്ക്കാൻ പറ്റണം അവർക്ക്. അതിന് കൃത്യമായ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കുകയും പല വിഷയങ്ങളിലും പല കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി വരും. പലരെ ഓരം ചേർത്തത് പല ആളുകളെ സെൻട്രലിലേക്ക് കൊണ്ടുവരികയും അനാഹമായ പല സ്ഥലത്തിരിക്കുന്ന ആളുകളെ മാറ്റിയും പിന്നെ പിണറായി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഓൺലി ഒരു പിണറായി മതി, അല്ലാതെ പിണറായിയെ പോലുള്ള ഒരുപാട് ആളുകൾ വേണ്ട. പിണറായിയുടെ ഇമേജിൽ എല്ലാവരും പിണറായിയുടെ ഇമേജ് ധരിക്കുക, പിണറായിയെ പോലുള്ള ക്ലോൺ ആകാമാകുക എന്നാണ് ശ്രമിക്കുന്നത്. പിണറായിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അത് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തനായ ഭരണാധികാരി എന്നുള്ള ഇമേജ് ആളുകൾക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ചിലത് പറഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടും, പക്ഷെ അത് എല്ലാവരും അതുപോലെ ആകുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ ആ സാഹചര്യം വരുമ്പോൾ ഈഴവ ബെൽറ്റിൻ്റെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചാത്തന്നൂർ ഈസ് ഹൈലി വോളറ്റൈൽ. അല്ല, കൊല്ലത്ത് ഞാൻ റിലേറ്റ് ചെയ്ത് പറയാം. ഞാൻ പറയുമ്പോൾ പിണറായി പറയുന്നതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നതിനെ ഞാൻ എതിർക്കുന്നു. കാരണം നികൃഷ്ടജീവി പ്രയോഗവും കുലംകുത്തിയൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോൾ NK പ്രേമചന്ദ്രനെതിരെ അദ്ദേഹം നടത്തിയ പ്രയോഗത്തിന് ശേഷം NK പ്രേമചന്ദ്രൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് അങ്ങനെ മുഖ്യമന്ത്രിയായില്ലേ? NK പ്രേമചന്ദ്രൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ മുഖ്യമന്ത്രിയായി 2 തവണ മുഖ്യമന്ത്രിയായി. അദ്ദേഹം ഒരു തവണ VS-ന്റെ ചുമലിൽ നിന്നുണ്ട്, രണ്ടാമത് മൂപ്പർ ഒറ്റയ്ക്കല്ലേ. ഒരു തവണ VS-ന്റെ ചുമലിൽ, ഒരു തവണ VS-ന്റെ തല കടിച്ചു, രണ്ടാമത് മൂപ്പർ ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ അത് രണ്ടാമത് അദ്ദേഹം ഒറ്റയ്ക്കാണ് എന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. കാരണം ആദ്യത്തെ തവണ 1ാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനം ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന് തുടർ ഭരണം. ഒറ്റക്കെട്ടായിരുന്നില്ലേ? രണ്ടാമത് ഒറ്റക്കെട്ടായിരുന്നു, പക്ഷേ അവരെ ഒന്നും തന്നെ ജനങ്ങൾ എത്രത്തോളം അംഗീകരിച്ചു എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. മറ്റുള്ള ഞാൻ ചോദിക്കുക, അവിടെയുള്ള കടകംപള്ളി അല്ല കടന്നപ്പള്ളി ഇവിടെ ഉണ്ടല്ലേ,
പിന്നെ പിന്നെ മാർട്ടി തോമസിനെക്കാട്ടും നല്ല മിനിസ്റ്ററായിട്ടുള്ള കൃഷ്ണൻകുട്ടി ചേട്ടനാണ് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തത്. ആ കുഴപ്പം പിടിച്ച വകുപ്പ് ഒരുവിധം അദ്ദേഹം കൊണ്ടുപോയി നന്നായിട്ട്. അതുപോലെ എന്തായാലും വലിയ മാറ്റമൊന്നുമില്ല. ഞാനിങ്ങനെ CPM പറ്റി അറിയാം എന്നോടായിട്ട്. അവര് ആര് അധികാരത്തിൽ വന്നാലും ഭരിക്കുന്ന ഏകൈക സെന്റർ എന്നാണ്. അവർക്കൊരു ടീമുണ്ട്, അവരാണ് ഭരിക്കുക. ഇത്രയുള്ള എൻ്റെ കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ BJPയിലേക്ക് വരുമ്പോൾ ചാത്തന്നൂരിൽ അത്തരത്തിലൊരു വലിയൊരു സാധ്യത കാണുന്നുണ്ട്. BJPക്ക് വളരാനുള്ളൊരു സാധ്യതയുടെ ഒരു വലിയ വാതായനമാണ് ചാത്തന്നൂരിൽ തുറന്നു കിട്ടിയത് എന്ന് BJPക്കാർക്ക് ഇപ്പോൾ മനസ്സിലാക്കാം, അല്ലേ? അതുപോലെ തന്നെ പക്ഷേ കഴക്കൂട്ടം ഒരു ത്രികോണ മത്സരം ശക്തമായി നടന്ന മണ്ഡലമാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു BJP പ്രവർത്തകരിൽ നിന്ന് ഒരു ശതമാനം വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അത്രയേറെ കടുപ്പമായിരുന്നു മത്സരം. എതിരാളികളൊക്കെ തന്നെ പരിചയസമ്പന്നരാണ്. അത്തരത്തിലുള്ള കുറേയേറെ നീക്കങ്ങൾ അല്ല, നടത്താൻ നിങ്ങൾ മിടുക്കരാണ്. ത്രികോണ മത്സരം നടക്കുന്ന എവിടെ നിങ്ങൾ വിജയം പ്രതീക്ഷിക്കാനും പറ്റില്ല. അത് എന്താ ഒരു ലക്കിന് ഓക്കെ ആവുന്നതാണ്. പക്ഷെ അവിടെ സാധ്യത ഉണ്ടായിരുന്നു, അതത്രേ ഉള്ളൂ. ത്രികോണ മത്സരത്തിൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ തീരെ പ്രതീക്ഷയാത്തവൻ ജയിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തവണ തൃശ്ശൂർ ബാലങ്കോൻ ജയിച്ച പോലെ അതും പ്രതീക്ഷയല്ല. സുരേഷ് ഗോപിയും പത്മനാഭനും തമ്മിലായ മത്സരം, അതിനിടയിൽ ബാലങ്കോൻ ജയിച്ചു. അത് സംഭവിക്കും. അത് സംഭവിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടം കൂടിയാണിത്. അത് പണ്ടും ഇത്തരത്തിലുള്ള ത്രികോണ മത്സരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും കഴക്കൂട്ടത്തെ വിജയം എനിക്ക് തോന്നുന്നു BJPക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതാണ്. പണ്ട് UDF ജയിച്ചുകൊണ്ടിരുന്നു, അതിലേക്ക് LDF കഴക്കൂട്ടം നോക്കണല്ല, അവർക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്നത് ഈ ചാത്തന്നൂരാ. കഴക്കൂട്ടം അവരുടെ ഫോക്കൽ പോയിന്റ് കുറെ കാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിയമം അവരുടെ ഫോക്കൽ പോയിന്റ് ഉള്ള സ്ഥലമാണ്. പക്ഷേ ചാത്തന്നൂർ ആ രീതിയിലായിരുന്നില്ല. മാത്രം ചാത്തന്നൂർ അതിൽ വോളറ്റൈലുമാണ്. അവിടെ ഒരു ഫിഷർ തുടങ്ങി കഴിഞ്ഞാൽ ഫിഷർ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. 2 പ്രാവശ്യമായി അദ്ദേഹം അവിടെ 2ാം സ്ഥാനത്ത് വരികയാണ്. കൺസിസ്റ്റൻ്റ് ആണ് അദ്ദേഹം, വളരെ കൺസിസ്റ്റൻ്റ് ആണ്. അവിടെ കൃത്യമായി സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്യുവാൻ BJPക്ക് സാധിച്ചു. ഒരു ഈഴവ കാൻഡിഡേറ്റിനെ സാധിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അവിടെ സമയവും കൊടുത്തു. അതിൻ്റെ ഫലം റിസൾട്ടിൽ കാണാനും കഴിയുന്നു, അല്ലേ? അല്ല, BJP പല സ്ഥലത്തും സ്ഥാനാർത്ഥി തന്നെയാണ് ഇത്തവണ പ്രശ്നമായത്. ചിലതൊക്കെ അവർ അലയൻസ് പാർട്ട്നേഴ്സ് വിട്ടുകൊടുത്തതിന്റെ പ്രോബ്ലമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് ഉണ്ടാവുക. പക്ഷേ അലയൻസ് പാർട്ട്നേഴ്സിന് അങ്ങനെ ചില വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു സാധ്യത തുറന്നു കിടക്കുന്നു. പാലക്കാട്ടേക്കും മഞ്ചേശ്വരത്തേക്കും പോകാതെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അവിടെ രണ്ടിടത്തും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായാൽ അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് എന്ന് പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു, അല്ലേ? അല്ല, പാലക്കാട് അവരെ പിന്നെന്ന് കുത്തിയാണ്. കുത്തിയതാണ്, ഉറപ്പാണ്. അവസാന നിമിഷത്തെ വിഷയം വരെ അവരെ പിന്നെന്ന് കുത്തിയാണ്. സ്വന്തം പാളയത്തിലാണ്. മീഡിയ മണ്ണും BJPയിൽ ഏതോ ഒരു വിങ്ങുമായിട്ട് ഒരു നെക്സസ് ഉണ്ട്. അത് സുരേഷ് ഗോപി പിടിച്ചതാണ്. സുരേഷ് ഗോപി ഏതൊരു മീറ്റിങ്ങിന് പോയിട്ട് പ്രവർത്തകരോട് ചൂടാവുന്നത് എടുത്തു കൊടുത്തു. ആ എടുത്തു കൊടുത്തവൻ ഇപ്പം BJPയിലില്ല. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും BJPയിലുണ്ട്. അതാണ് ശോഭ വിഷയം കാണിക്കുന്നത്. പിന്നെ ഉണ്ടായില്ലല്ലോ, സുരേഷ് ഗോപിന് ഒരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മറ്റേതിൽ ഒരു സുരേന്ദ്രൻ തോൽപ്പിക്കാനുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. ആർക്ക്? ഈ എതിരാളികളെല്ലാം കൂടെ എല്ലാ ഇടതും വലതും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു തോന്നുന്നു, അല്ലേ? BJP അവിടെ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. സംഘടനാ സംവിധാനം ശക്തമായി പ്രവർത്തിച്ചു. കാസർഗോഡ് അശ്വിനിയും നല്ല പ്രകടനമാണ്. കാസർഗോഡ് അശ്വിനി CPM കൂടുതൽ വോട്ടടിച്ചാൽ അശ്വിനിക്ക് സാധ്യതയുള്ളായിരുന്നു. പക്ഷെ ആ രീതിയിൽ വർധനം കാണുന്നില്ല അവിടെ. അശ്വിനിയും അതുപോലെ തന്നെ സുരേന്ദ്രനും ശോഭയും ഒക്കെ തന്നെ രണ്ടാമതെത്തി. അത് നല്ല സൂചനയാണ്. അപ്പോൾ അതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കൃഷ്ണകുമാറും രണ്ടാമതെത്തി. അവിടെ രണ്ടാമതാണ്, ഇവരൊക്കെ രണ്ടാമതാണ് കുറച്ച് കാലമായി. പക്ഷെ കൺസിസ്റ്റന്റായി ആ ഒരു വളർച്ച നിലനിർത്താൻ. ശോഭയുടെ കാര്യം തന്നെ എടുക്കുക. അവിടെ കണ്ണാടി എന്നൊരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് അത് LDFന്റെ സ്ട്രോങ് ഹോൾഡാണ്, മുസ്ലിം സ്ട്രോങ് ഹോൾഡാണ്. അവിടുത്തെ BJP അവിടെ പിന്നെ രണ്ടാമതായി പോകുന്നത്. അപ്പൊ അവിടെ ശോഭത്തവണ ഔട്ട്റീച്ച് പ്രോഗ്രാമൊക്കെ മുസ്ലിംസിനിടെ നടത്തിയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അത് വേറെ രീതിയിലുള്ള ഇപ്പൊ അലിഗഡിലൊക്കെ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ BJP ചെയ്യണം. അലിഗഡിൽ എന്താ ചെയ്യുന്നത്? മുസ്ലിം ഭൂരിപക്ഷമാണ്, BJP കഴിക്കാൻ പറ്റില്ല. അപ്പൊ മുസ്ലിംസിനിടെ 2 റിബൽസിനെ നിർത്തി കളയും. മറ്റൊന്ന് തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ പ്രകടനമാണ്. അനൂപ് ആന്റണി അവിടെ രണ്ടാമതെത്തി. വളരെ മികച്ച മുന്നേറ്റമാണ് നടത്തിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്രിസ്ത്യൻ മേഖലയാണ്. അനൂപ് എല്ലായിടത്തേക്കും എത്തി. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അനൂപ് ജയിച്ചേക്കും എന്നുള്ള സൂചനകൾ വരെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അതും ഒരു നല്ല സൂചനയാണ് BJPയെ സംബന്ധിച്ച്. അനൂപിനെ പോലെയുള്ള ആ സമുദായത്തിൽ നിന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ടായി വരണം. അല്ലാതെ നേതാവാകാൻ വേണ്ടിയിട്ട്
അഭയസ്ഥാനം അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ പിടിച്ച് നേതാവാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. കാര്യമില്ല. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിച്ചു. ഈ പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം അത് ഫലം കണ്ടു. ഇനി എനിക്ക് തോന്നുന്നു ഈ താഴെത്തട്ടിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ മികച്ച നേതാക്കളെ വാർത്തെടുക്കുവാൻ താഴെത്തട്ടിലും നേതാക്കൾ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആറ്റിങ്ങൽ പോലുള്ള മേഖലകളിലൊക്കെ തന്നെ അവിടെ സുധീർ രണ്ടാമതെത്തി. അപ്പോൾ ഈ രണ്ടാമതെത്തിയ പല സ്ഥലങ്ങളും ഉണ്ട് ഇപ്പോൾ BJPക്ക് 3 സ്ഥലത്ത് ഒന്നാമതെത്തിയതിന് പുറമെ. അപ്പോൾ അവരുടെ മുന്നിലുള്ള അജണ്ട ഇനി എന്തായിരിക്കുമെന്നാണ് കരുതുന്നത്? നമുക്ക് ഏത് രീതിയിലായിരിക്കും അവർ പോവുക? അതിപ്പോ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. രാജീവ് ഏത് രീതിയിൽ പ്ലാൻ ചെയ്യുന്നുള്ളത്. സാധാരണ രീതിയിലുള്ള പോക്കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പുതിയ രീതിയിലുള്ള ഔട്ട്റീച്ചുകൾ സംഘടിപ്പിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ നമുക്ക് BJPയുടെ സാധ്യത പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങളുണ്ട് കൺസിഡറബിളി, ഒരു 10-48 ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നും വേണ്ട. നിങ്ങളിപ്പോ ഈ കേരളത്തിലെ എല്ലാ പിള്ളേരും ബാംഗ്ലൂരിൽ പോയി മൈസൂരിൽ പോയി പഠിക്കുന്നുണ്ട്. ആ മൈസൂരിൽ പോയ പഠിക്കുന്ന പിള്ളേർക്ക് മോശം ഭക്ഷണം കൊടുക്കുകയും ആ ഭക്ഷണം കഴിക്കാതിരുന്ന അതിന് പെനാൽറ്റി ചുമത്തുകയും ചെയ്യുന്ന അവസ്ഥയെ പറ്റി അടുത്ത റിപ്പോർട്ട് വന്നിരുന്നു. രാജീവ് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ആളാ. എന്തുകൊണ്ടാണ് BJP അതിൽ ഇടപെടാത്തത്? ഓക്കെ, കൊല്ലത്ത് ഒരു കൊച്ചിനെ തലകീഴായി കെട്ടിത്തൂക്കിയൊരു വിഷയം വന്നിരുന്നു ശ്രമിച്ച്. അതിലെന്തുകൊണ്ടാണ് BJP ഇടപെടുന്നത്? ഇങ്ങനെ ജനീനായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ഇടപെട്ട് ഫലം കാണിച്ചാൽ മതി. അതിവിടെ കോൺഗ്രസോ CPM ഒപ്പം ചെയ്യുന്നില്ല. നാട്ടുകാർ പിന്നെ വന്നോളൂ. വേറൊന്ന്, BJP ബംഗാളിൽ നടത്തിയ മുന്നേറ്റം അത് എന്താണ് നമുക്ക് പ്ലാൻഡ് ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ബംഗാൾ. നിങ്ങൾക്ക് 100 കല്ലുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യാൻ പറ്റും. 10 മനുഷ്യന്മാർ ഒരുമിച്ച് നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഓരോ മനുഷ്യനും ചിന്തിക്കുന്നവനാണ്. ബംഗാളിലുള്ള ആളുകൾ അധികം ചിന്തിക്കാത്ത ആളുകളാണ്. ഇവിടെയുള്ള ഓരോരുത്തരും ചിന്തിക്കുന്നവനാണ്. അതുകൊണ്ട് ഇവനെ പിടിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷെ അവിടെ പിടിച്ചത് വലിയ നേട്ടം തന്നെയാണ്. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു സൈഡ് തള്ളിയാൽ ഒരു സൈഡ് മൊത്തം വീഴും. ഇവിടെ അങ്ങനെ ആ കല്ല് മാത്രമേ വീഴുള്ളൂ. ആ പ്രത്യേക സ്ഥലം, ആ ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് മാത്രമല്ല, ഇവിടെ എല്ലാം വെൽ കണക്റ്റഡ് ആണ്. അല്ല, ഇവിടെ വെൽ കണക്റ്റഡ് ആണ്. പക്ഷെ ഊരിക്കളയും സ്വയം. വീഴുന്ന സ്ഥലമാകുമ്പോഴത്തെ അത് ഒഴിവാക്കി അങ്ങ് മുന്നോട്ട് പോകാൻ. കേരളം പിടിക്കാന്നുള്ള അത്ര എളുപ്പമൊന്നുമല്ല. ഓരോരോ വ്യക്തിയും പ്ലാൻ ചെയ്യേണ്ടി വരും. അത് ശരി. പക്ഷേ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയാണ് വീഴ്ത്തിയത് 2011 മുതൽ. തൃണമൂൽ അത് ബേസ് ഇല്ലാത്തൊരു ഇമോഷണൽ സാധനമാണ്. ഇവിടെ അതല്ല. സകലതും കോൺഗ്രസ് വരെ ഇവിടെ ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണ്. പക്ഷെ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിരുന്നു. സ്ട്രീറ്റ് ഫൈറ്റർ തോൽപ്പിക്കാൻ എളുപ്പമല്ലേ? കീരിക്കാണെ തോൽപ്പിച്ച സേതു അടുത്ത നേതാവാ. കേരളത്തിൽ അതല്ല, അങ്ങനെ അംഗീകരിക്കല്ല. ഓക്കെ, അതുപോലെ തന്നെ ഫക്രുദ്ദീൻ പറഞ്ഞതാണ് തമിഴ്നാട്ടിൽ വിജയ് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന്. നമ്മൾ വളരെ മുമ്പേ പറഞ്ഞതാണ്. അതുപോലെ അത് പക്ഷേ അതിനേക്കാളൊക്കെ ഇരട്ടി അത്രയും പ്രതീക്ഷ. ഞാൻ വിചാരിച്ചു വിജയ് തവണ ഗ്രൗണ്ട് പിടിച്ച് സെക്കൻഡ് വരും, അടുത്ത തവണ വിജയ് അധികാരത്തിൽ വരും. പക്ഷെ അതിനെയും മറികടന്നു. പണമൊഴുക്കിയ പ്രചാരണമാണ് DMKയും അതിന് പിന്നെ. പക്ഷെ വിജയുടെ ഒരു കാര്യം വെച്ചാൽ ഞാൻ കേരളത്തിൽ ഇപ്പോഴും കാണുന്ന ഒരു സ്കോപ്പുണ്ട്. കേരളത്തിൽ ഒരു 3ാമത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് നല്ല സ്കോപ്പാണ്. അതായത് ജനങ്ങളുടെ റിയൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന, അവർക്ക് പ്രതീക്ഷയുള്ള ഒരാൾ വന്നാൽ ഒരു മൂവ്മെന്റ് ഇവിടെ പോസിബിൾ ആണ്. അങ്ങനെ ഒരാൾ വരുന്നില്ല എന്നുള്ള ആരും തയ്യാറാവുന്നില്ല. അങ്ങനെ എല്ലാവരും ഓരോ തിരക്കുകളും കാര്യങ്ങളും. അതാണ് വേണ്ടത്. അത് തന്നെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നവരും ചിന്തിക്കേണ്ടതും. പക്ഷേ അവർക്കതിന് സാധിക്കുന്നുണ്ടോ? സ്വന്തം വളർച്ച എന്നുള്ളതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ വളർച്ച, നാടിൻ്റെ വളർച്ച എന്ന രീതിയിലേക്ക് മാറുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഇത് ഞാൻ കോമൺ ആയി പറഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും BJPക്ക് ഇപ്പോൾ വലിയ സാധ്യതകൾ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. അതിലേക്ക് മാർച്ച് ചെയ്യുവാൻ ഒറ്റക്കെട്ടായി അവർ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡ് കാണാം. നമുക്ക് നമസ്കാരം.